നമസ്കാരം. അപ്പോൾ കർണാടകയിലെ യലഹങ്കയിലെ തകർത്തിരിക്കുന്ന വീടുകളുടെ ഉടമകൾക്ക് രാജീവ് ഗാന്ധി ഹൗസിംഗ് കോർപ്പറേഷൻ്റെ വകയായിക്കൊണ്ട് വീട് ലഭിക്കുമെന്നുള്ള ഒരു വാർത്ത ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. അത് കർണാടക ഗവൺമെൻറ് ഉത്തരവാദിത്തത്തോടു കൂടി, പ്രത്യേകിച്ച് അതൊരു വിവാദമായ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യാൻ കർണാടക വളരെ നിർബന്ധിതരാണ്. കാരണം എന്താണെന്നറിയോ? 1977 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി പരാജയപ്പെട്ടതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളിൽ ഒന്ന്, തുർക്കുമാൻ ഗേറ്റിൽ വീടുകൾ അടിച്ചു നിരത്തി പൂന്തോട്ടമുണ്ടാക്കാനുള്ള സഞ്ജയ് ഗാന്ധിയുടെ തീരുമാനമായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. അതേപോലെ തന്നെ പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം തുർക്കുമാൻ ഗേറ്റായിരുന്നു. അതേപോലെയുള്ളൊരു സംഭവമാണ് കർണാടകയിൽ കോഗിലു ലേഔട്ടിൽ നടന്നിരിക്കുന്നത്. അത് അതേ രൂപത്തിലൊരു വിവാദമായിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് രാജ്യവ്യാപകമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് ചില തലയിൽ ആൾപ്പാർപ്പുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നിയത് കൊണ്ടാണ് അവിടെ ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനം. നല്ല കാര്യം. പക്ഷെ എന്നെ വേദനിപ്പിക്കുന്നത് ചില ആളുകളുടെ പ്രസ്താവന, ന്യൂനപക്ഷ നേതാക്കളുടെയൊക്കെ എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ പ്രസ്താവന. ഒരാൾ പറയുന്നു, അവിടെ മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല ഉള്ളത്, നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രം പുറത്താക്കുന്ന സ്ഥലത്താണോ നിങ്ങൾ ഇടപെടുക? ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബുദ്ധന്മാരും എല്ലാവർക്കും മനുഷ്യന്മാർക്ക് വേണ്ടി ഇടപെടുന്ന രാഷ്ട്രീയമാണ് ഞങ്ങളുടേത്. നിങ്ങളെപ്പോലെ അവിടെ മുസ്ലിങ്ങൾ വളരെ എളുപ്പത്തിൽ പറയുകയാണ്, മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല അവിടെ ഉള്ളത്. അവിടെ പുറത്താക്കിയത് മുസ്ലിം എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ ഇടപെടുന്നത്. മനുഷ്യന്മാരെ ഇറക്കി വിട്ടാൽ പാതിരാത്രി പുലർച്ചെ 4 മണിക്ക് ഗർഭിണികളെയും അതേപോലെ തന്നെ വൃദ്ധന്മാരെയും കുട്ടികളെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ മറ്റു തരത്തിലുള്ള പ്രയാസപ്പെടുന്ന ആളുകളെയൊക്കെ തന്നെ ഇറക്കി വിടുന്നതിനെതിരെയുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തത്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി അത് കണ്ട സമയത്ത് സഖാവ് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. അതോടുകൂടി അത് കൂടുതൽ വിവാദമായി. ആ വിവാദമായതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കർണാടക ഗവൺമെൻറ് മുന്നോട്ട് വന്നത്. അത് നല്ല കാര്യമാണ്, നന്നായിട്ടാണ് കാണേണ്ടത്. ഇവിടെ ചില ആളുകൾ അവിടെ പോയിട്ട് പ്രസ്താവന ഇറക്കുന്നത്, ആദ്യം എന്താ പറഞ്ഞത്, ഇത് നിയമവിരുദ്ധമായിട്ടാണ് അവിടെ കുടിയേറിയിരിക്കുന്നത്, അവരെയൊക്കെ പുറത്താക്കണം എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് അവിടെ പോയി മന്ത്രിയായിട്ട് അടുത്ത് പോയി സമീർ അഹമ്മദ് ഖാൻ എന്നൊക്കെ പറയുന്ന മന്ത്രി ആർക്കും പോയി കാണാം. അയാളെ ആർക്ക് വേണം പോയി കാണാം. കർണാടകയിലെ മന്ത്രിമാരുടെ കാര്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നടപ്പാക്കാവുന്ന പദ്ധതിയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ ഫോട്ടോഷൂട്ട്. വേറൊരാൾ അവിടെ കൊണ്ടുപോയിട്ട് നല്ല ഹിന്ദി കുറേ പറഞ്ഞിട്ട്, കണ്ടോ ഇതാണ് ഹിന്ദി, ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രദർശന വസ്തുയിട്ട്. ഇതൊന്നും ആരും കാര്യമായിട്ട് എടുക്കുന്നില്ല. കുറേ ഉത്തരം താങ്ങി പള്ളികൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. പക്ഷേ അവിടെ യഥാർത്ഥ പ്രശ്നം വെച്ചാൽ വീടാണ്. ആ വീട് കൊടുക്കാൻ നിർബന്ധിതമായത് വിവാദമായത് കൊണ്ടാണ്. നിങ്ങളാരും പോയിട്ട് ഇടപെട്ടിട്ടൊന്നുമല്ല കർണാടക വീട് കൊടുത്തത്. ഇത് വിവാദമായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അത് സംസാരിച്ചു. പത്രമാധ്യമങ്ങൾ, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് വേണ്ട രൂപത്തിൽ ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ കർണാടകയിൽ ഇത് ഹിന്ദു പത്രം അത് ഗൗരവമായിട്ട് ഏറ്റെടുത്തു. മറ്റ് പത്രങ്ങളും അത് മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി. രാജ്യവ്യാപകമായി ചർച്ച തുടങ്ങി. ദേശീയ മാധ്യമങ്ങൾ സഖാവ് പിണറായി വിജയൻ്റെ വാർത്ത ഏറ്റെടുക്കാൻ തുടങ്ങി. ഇത് വലിയ വിവാദമായപ്പോഴാണ് കർണാടക നേരിൻ്റെ വഴിക്ക് വന്നത്. അപ്പോൾ ആ ഭാഗത്ത് പോയിട്ട് ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഈ വീട് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ, വേണുഗോപാലിൻ്റെ ഇടപെടലൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇടപെട്ടു? വിവാദമായ സമയത്ത് അത് ഇടപെട്ടു. ഇത് വലിയ തിരിച്ചടിയാവും. തുർക്കുമാൻ ഗേറ്റിൻ്റെയൊക്കെ നല്ല ഓർമ്മ. എത്ര വർഷമായിട്ടും തുർക്കുമാൻ ഗേറ്റിലെ കുടിയൊഴിപ്പിക്കൽ ജനത മറന്നിട്ടില്ല. ഇപ്പോഴും അത് ആവർത്തിക്കുകയല്ലേ നമ്മൾ. അപ്പോൾ ഈ ഭയപ്പാട് കൊണ്ടാണ് ചെയ്തത് നല്ല കാര്യം. പക്ഷേ ഉത്തരതാഗി പള്ളികൾ പോയിട്ട് ഞങ്ങളാണത് ചെയ്ത് ഇതേവരെ കുടിയൊഴിപ്പിക്കലിനെ ന്യായീകരിക്കുകയും നിയമവിരുദ്ധമായിട്ടാണ് പാവങ്ങൾ അവിടെ താമസിച്ചതെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഇത് കോൺഗ്രസ്സാണ് പറയേണ്ടത്. ഇവരവിടെ വന്നിട്ട് ആഹ്ലാവുന്നത് കോൺഗ്രസ്സാണ് പറയേണ്ടത്. നിങ്ങളെ കാര്യം കൊണ്ടല്ല, ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ് എന്നുള്ളത് പറയാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല, കോൺഗ്രസ്സിനാണ്. പുലർച്ചെ 4 മണിക്ക് കൊടുന്തടുപ്പിൽ റോഡിലേക്ക് പുറത്തേക്ക് ഇറക്കിവിട്ട വീടുകളിൽ നിന്ന് ഇറക്കിവിട്ട ആളുകളുടെ ആ നരകയാതന, വലിയ ചർച്ചകൾ രാജ്യത്ത് അതേക്കുറിച്ച് നടന്നിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ തന്നെയാണ് ആളുകൾക്ക് വീട് കിട്ടാനുള്ള കാരണമായത്. ആരും നേരത്തെ വന്ന് ന്യായീകരിച്ച ആളുകൾ, അവിടെ ആംബുലൻസ് ഇട്ടിട്ട് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച ആളുകൾ ഇപ്പോൾ പദ്ധതിയുടെ ഫോട്ടോ മന്ത്രിയുടെ അടുത്ത് പോയിട്ട് പിടിച്ച് ഫോട്ടോ. വളരെ അപഹാസ്യമാണ്, ലജ്ജാകരമാണ്, മോശമാണ് സുഹൃത്തുക്കളെ. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതെ ഇമാതിരി പണിയൊന്നും എടുക്കരുത്. വളരെ മോശമാണ്. കണ്ടിട്ട് അത് നാണക്കേട് തോന്നുന്നുണ്ട്. അത് ആരും പറഞ്ഞില്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.